നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ആഭ്യന്തര തർക്കങ്ങളിൽ മുറുകി വീർപ്പുമുട്ടുമ്പോൾ അണികളും പോരാട്ടത്തിൽ ഒട്ടും പിന്നിലല്ല. തങ്ങളുടെ നേതാവ് ഉയർന്നു വന്നാൽ മാത്രമല്ലേ തങ്ങൾക്കും മുന്നോട്ട് രാഷ്ട്രീയ സിംഹാസനങ്ങൾ ഉണ്ടാകൂ എന്ന തിരിച്ചറിവിൽ മുതിർന്ന നേതാക്കളുടെ പാത പിന്തുടർന്ന് അണികൾ സൈബർ പോരാട്ടങ്ങളും ഫ്ലക്സ് യുദ്ധങ്ങളും കൊഴിപ്പിക്കുമ്പോൾ കേരള രാഷ്ട്രീയം നാണക്കേടിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ്. കേരള കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടങ്ങൾ വീണ്ടും തുറന്ന വേദിയിലേക്ക് എത്തിയെന്ന സൂചന നൽകുന്നതായാണ് പുതിയ ഫ്ലക്സ് വിവാദം വിലയിരുത്തപ്പെടുന്നത്. UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം, മന്ത്രിസഭ, ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നിവയെ ചർച്ചയാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഫ്ലക്സുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പാർട്ടിക്കുള്ളിലെ ഭിന്നതകളും കൂടുതൽ ശക്തമായി പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവരെ ചുറ്റിപ്പറ്റി ഉയർന്ന പുതിയ ഫ്ലക്സ് രാഷ്ട്രീയം കോൺഗ്രസിന്റെ ഉള്ളിലെ ശക്തി സമവാക്യങ്ങളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും നേതാക്കൾക്ക് ഫ്ലക്സുമായി അണികൾ രംഗത്തെത്തിക്കഴിഞ്ഞു. എറണാകുളം പള്ളുരുത്തിയിൽ VD സതീശനും ഷാഫി പറമ്പിലിനും അനുകൂലമായി ഫ്ലക്സ് ഉയർന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറി ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, ടീം UDF ആണെന്ന തരത്തിലാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിച്ചിരുന്നത്. മാത്രമല്ല, നേതാക്കൾക്കായി ഇനി ഫ്ലക്സുകൾ സ്ഥാപിക്കരുതെന്ന് ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളുമടക്കം നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ കൊച്ചി പള്ളുരുത്തി വെളി ബസ് സ്റ്റോപ്പിന് സമീപത്ത് VD സതീശനും ഷാഫി പറമ്പിലിനുമായി വീണ്ടും ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കപ്പെട്ടത്. VDS കേരളം ഭരിക്കട്ടെ, ഷാഫി കോൺഗ്രസിനെ നയിക്കട്ടെ, കോൺഗ്രസ് പള്ളുരുത്തി മണ്ഡലം കമ്മിറ്റി എന്നാണ് ഫ്ലക്സിൽ കുറിച്ചിരിക്കുന്നത്. തന്റെ അറിവോടെ എല്ലാ ഫ്ലക്സ് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന തരത്തിലുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് പുതിയ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത് എന്നതാണ് നിഗമനം. സാധാരണയായി വിജയാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഫ്ലക്സുകൾ ഉയരാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വെറും ആഘോഷമല്ല, മറിച്ച് ആരാണ് പാർട്ടിയുടെ അടുത്ത മുഖമെന്ന രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. പ്രത്യേകിച്ച് സതീശനെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട നേതാവായി ഉയർത്തിക്കാട്ടുന്ന പ്രചരണങ്ങൾക്കും യുവതലമുറയുടെ മുഖമായി ഷാഫി പറമ്പിലിനെ അവതരിപ്പിക്കുന്ന നീക്കങ്ങൾക്കും പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇവിടെ പ്രശ്നമാകുന്നത് ഫ്ലക്സുകളല്ല, അതിലൂടെ പുറത്തുവരുന്ന അധികാര പോരാട്ടമാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയം പലപ്പോഴും പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ തന്നെ ആർക്കാണ് കൂടുതൽ സ്വാധീനമെന്ന മത്സരത്തിലേക്ക് പാർട്ടി മാറുന്നതായി പ്രതിപക്ഷവും രാഷ്ട്രീയവും നിരീക്ഷകരും ആരോപിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്ന ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം വ്യക്തമാണ്. സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ ഒരു ശക്തമായ മുഖമായി ഉയർന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. അതേസമയം ഷാഫി പറമ്പിൽ പോലുള്ള യുവ നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പാർട്ടിക്കുള്ളിൽ സജീവമാണ്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം പരസ്പരം മത്സരം പോലെ തോന്നുന്ന ഘട്ടത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം മറ്റൊരു വിഭാഗത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് വിവാദം ഒരു ചെറിയ സംഭവം മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകളുടെ പ്രതിഫലനമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. ഇതോടെ ജനങ്ങൾക്കിടയിലും ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഭരണം തുടങ്ങും മുൻപ് തന്നെ നേതൃപ്രചരണങ്ങളും ഗ്രൂപ്പ് മത്സരങ്ങളും ശക്തമാകുമ്പോൾ സ്ഥിരതയുള്ള സർക്കാർ എങ്ങനെയുണ്ടാകും? കാരണം കേരളം ഇപ്പോൾ നേരിടുന്നത് വലിയ സാമ്പത്തികവും ഭരണപരവുമായ വെല്ലുവിളികളാണ്. ഈ സാഹചര്യത്തിൽ അധികാരത്തിൽ ഏറിയ പാർട്ടി ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭരണമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് ഫ്ലക്സുകളും ഗ്രൂപ്പ് രാഷ്ട്രീയവുമാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനും ഇതൊരു മുന്നറിയിപ്പാണ്. ഇത്തരം വിവാദങ്ങൾ നിയന്ത്രിക്കാതെ പോയാൽ അത് ഭരണത്തിന്റെ തുടക്കത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വിജയത്തിന്റെ ആവേശം അധികാര പോരാട്ടത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ ഫ്ലക്സ് വിവാദം വ്യക്തമാക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിപക്ഷമല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ ഏകോപനക്കുറവാണ്.